Hi friends, it's me Priya Hariprasad. Welcome to my channel. Hope that you all are fine, safe and happy. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, അതായത് മൈക്രോ എക്കണോമിക്സിലെ +2 മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 2 പാർട്ട് 3 വീഡിയോയുമായിട്ടാണ്. അപ്പോൾ പാർട്ട് 1 യൂട്ടിലിറ്റി ചെയ്തിട്ടുണ്ട്, ഞാൻ പാർട്ട് 2 ഡിമാൻഡും ലോ ഓഫ് ഡിമാൻഡ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി പാർട്ട് 3 ബാലൻസ് ഡിമാൻഡിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് ബൈ പാർട്ടായിട്ട് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം, ഓൾറെഡി വലിയ ലെസണാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വളരെ കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സജസ്റ്റ് ചെയ്യുക. ഓക്കെ ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. അപ്പം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ്. അപ്പൊ ഡിമാൻഡ് ഞാൻ പറഞ്ഞു ഓൾറെഡി, ഡിമാൻഡിന്റെ ബാലൻസ് ടോപ്പിക് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെ, ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ എന്താണ് ഡിമാൻഡ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ അല്ലെ. അതായത് നമ്മൾ ഒരു സാധനത്തോടു കൂടിയുള്ള തീവ്രമായ ആഗ്രഹമാണ്, പക്ഷെ വെറുതെ ആഗ്രഹമല്ല അല്ലെ. എന്ത് വേണം? നമുക്ക് അത് പേ ചെയ്യാനുള്ള എമൗണ്ട്, പൈസയും വേണം, അതേപോലെ തന്നെ കഴിവും വേണം, അതുപോലെ തന്നെ പേ ചെയ്യാനുള്ള മനസ്സും, വില്ലിംഗ്നെസ് ടു പേയും വേണം അല്ലെ. വില്ലിംഗ്, ആ ഒരു പേ ചെയ്യാന്നുള്ള അതും കൂടെ വേണം. ഇതോട് കൂടിയ ഒരു സാധനത്തോട് ഉള്ള ആഗ്രഹം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിമാൻഡ് എന്ന് പറയുക. പിന്നെ ലോ ഓഫ് ഡിമാൻഡിൽ ഞാൻ എന്താ പറഞ്ഞു തന്നത്? ലോ ഓഫ് ഡിമാൻഡ് എക്സ്പ്രസസ് ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഓർ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി. ഒരു സാധനത്തിന്റെ വിലയും ആ സാധനത്തിന്റെ ഡിമാൻഡിന്റെ അളവും തമ്മിലുള്ള ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ്, വിപരീത ബന്ധത്തെയാണ് എന്ത് കുറിക്കുന്നത്? ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് കുറിക്കുന്നത്. മനസ്സിലായോ? ഹയർ ദ പ്രൈസ് ലോവർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് ലോവർ ദ പ്രൈസ് ഹയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. വില കൂടിയാൽ ഡിമാൻഡ് കുറയും, വില കുറഞ്ഞാൽ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? ഇത് വിലയിൽ നിന്ന് തന്നെ തുടങ്ങണം അല്ലെ, പ്രൈസിൽ നിന്നേ തുടങ്ങാൻ പാടുള്ളൂ. ഡിമാൻഡ് കൂടിയാൽ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അത് എന്ത് ചെയ്യും? തെറ്റിപ്പോവും, ലോ തെറ്റാവും. ഓക്കെ, അപ്പൊ അത് ആൽഫ്രഡ് മാർഷാളുടെ ലോ ആണ്. അപ്പൊ അതിന് ഞാൻ ഡയഗ്രം ഒക്കെ വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ ദെൻ. അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാർക്കറ്റ് ഡിമാൻഡ് ആണ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം? അപ്പൊ ഒരു മാർക്കറ്റിലുള്ള മൊത്തം ഡിമാൻഡാണ്, ടോട്ടൽ ഡിമാൻഡാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് അല്ലെ. വെറുതെ ഒരു ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി പറഞ്ഞാൽ ഒരാള് എത്ര സാധനം അത് വാങ്ങിക്കുന്നു, എത്ര ആവശ്യപ്പെടുന്നു, അതാണ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡ് ആണ്. ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ എ മാർക്കറ്റ് ആണ്. ഒരു സാധനത്തിന് ഒരു മാർക്കറ്റില് ഒരു നിശ്ചിത വിലയ്ക്ക് ടോട്ടൽ മൊത്തത്തിൽ എത്ര ഡിമാൻഡ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ നമുക്ക് അസ്യൂം ചെയ്യാം, വി ക്യാൻ അസ്യൂം ദാറ്റ് ദർ ആർ 2 കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ് ഫോർ എന്തിന് പർച്ചേസ് ചെയ്യാനായിട്ട്, ടു പർച്ചേസ് വാട്ട് ഈസ് ഓറഞ്ച് പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് 2 കൺസ്യൂമർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു മാർക്കറ്റിൽ 2 പേര് ഓറഞ്ച് കൺസ്യൂം ചെയ്യാനായിട്ട് വരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, എ ആൻഡ് ബി. ഓക്കെ, അപ്പം ഓറഞ്ച്, അവരുടെ 2 പേരും ഓറഞ്ചിന് ടോട്ടൽ എത്ര ഡിമാൻഡ് ചെയ്യുന്നു അതിനെ പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. നമ്മൾ 2 പേരല്ല ഒരിക്കലും ഒരു മാർക്കറ്റില്, പക്ഷെ നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് സങ്കല്പിക്കാം. അപ്പൊ 2 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവര് 2 പേരും എത്ര ഓറഞ്ച് ഡിമാൻഡ് ചെയ്യുന്നു അതിന്റെ ടോട്ടൽ, അതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെ എന്തായിരിക്കും? ടോട്ടൽ ആയിരിക്കും. അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡിമാൻഡിന്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത്? ഈ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. What is the sum total of individual demand അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡിമാൻഡ്? സം ടോട്ടൽ ഓഫ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. അതായത് ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബം അല്ലെ, ഓരോരുത്തർ വാങ്ങിക്കുന്നത്, ഓരോ ഗ്രൂപ്പായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ഇവരുടെ എല്ലാം ഡിമാൻഡിന്റെ ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് എഴുതാം, ടോട്ടൽ ഡിമാൻഡ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് എഴുതാം. അതെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ഇൻ എ മാർക്കറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ്. ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്ത് ഒരു മാർക്കറ്റില് ഒരു സാധനത്തിന് ഉണ്ടാവുന്ന മൊത്തത്തിലുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അല്ലെങ്കിൽ സം ടോട്ടൽ ഓഫ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ് എന്ന് പറയാം അല്ലെ. ഹൗസ് ഹോൾഡ് ഡിമാൻഡ്സ് ഒക്കെ ഓരോരുത്തരും, ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ഓരോ കുടുംബവും എത്രത്തോളം വാങ്ങിക്കുന്നു അതിനെല്ലാം പ്ലസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. മനസ്സിലാവുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് നോക്കാം. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ? ഷെഡ്യൂൾ പറഞ്ഞ എന്താണ്? പട്ടിക. ഷെഡ്യൂൾ പറഞ്ഞ എന്താണ്? പട്ടിക അല്ലെ. അപ്പൊ എന്താണ് കമ്പോള ചോദന പട്ടിക എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഷോയിങ് വാരിയസ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി
in a market at a particular time at a particular price. അതായത് ഒരു ലിസ്റ്റ് ആണിത്, ഒരു ലിസ്റ്റ് ആണ് ഈ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിസ്റ്റ് ആണ്. അതായത് എന്തിന്റെ ലിസ്റ്റ് ആണ്, ഒരു മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റിന് ഉണ്ടാവുന്ന ഡിമാൻഡ്, ഓക്കെ, ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു പർട്ടിക്കുലർ പ്രൈസിന് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാവുന്ന ഡിമാൻഡിന്റെ അളവ്, അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഈ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് various quantity demanded of a commodity. It is a list of various quantity demanded of a commodity in a market at a particular time at a particular price. ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു മാർക്കറ്റില് ഒരു സാധനത്തിന് ഉണ്ടാവുന്ന ഡിമാൻഡ്, ഓക്കെ, ടോട്ടൽ ഡിമാൻഡ്, അത് കാണിക്കുന്ന എന്താണ്, ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേബിൾ ആണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ വളരെ ചെറിയൊരു ടേബിൾ വരച്ച് കാണിച്ചിട്ടുണ്ട്, കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ നോക്കിക്കോളൂ, ഇവിടെ രണ്ട് കൺസ്യൂമേഴ്സ് ഉണ്ട്, നമുക്ക് അസ്യൂം ചെയ്യാം. ഇത് കൺസ്യൂമർ എയുടെ ടേബിൾ ആണ്, ഇത് കൺസ്യൂമർ ബിയുടെ ടേബിൾ ആണ് കേട്ടോ. ഇത് എ, ഇത് ബി ട്ടോ, ഇത് എയുടെ, ഇത് ബിയുടെ. ഓക്കെ, ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഓറഞ്ചിന്റെ കാര്യമാണ്. ഓറഞ്ച് പ്രൈസ് ഓഫ് ഓറഞ്ച് പെർ kg 8 rupees ആയിരുന്ന സമയത്ത്, ഓറഞ്ചിന്റെ വില 8 രൂപയായിരുന്ന സമയത്ത് കൺസ്യൂമർ എ എന്ന് പറയുന്ന കൺസ്യൂമർ 2 kg ആണ് ഡിമാൻഡ് ചെയ്തത്. എത്ര kg ഡിമാൻഡ് ചെയ്തു? 2 kg ഡിമാൻഡ് ചെയ്തു. ഓക്കെ, ഏത് കൺസ്യൂമർ ആണ്? എ എന്ന് പറയുന്ന കൺസ്യൂമർ. മനസ്സിലായല്ലോ? ഓറഞ്ചിന് എത്ര വില ഉണ്ടായിരുന്നപ്പോൾ? 8 രൂപ പെർ kg, 8 rupees പെർ kg ആയപ്പോൾ അത് ഒരു കൺസ്യൂമർ 2 kg ആണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ചെയ്തത്. ഓക്കെ, ഇനി ഓറഞ്ചിന്റെ പ്രൈസ് 8ൽ നിന്നും എന്തായിട്ട് കുറഞ്ഞു? 6 ആയിട്ട് കുറഞ്ഞു. ഓറഞ്ചിന്റെ പ്രൈസ് 8ൽ നിന്നും എന്തായിട്ട് കുറഞ്ഞു? 6 ആയിട്ട് കുറഞ്ഞു. അപ്പം കൺസ്യൂമർ എ എന്ന് പറയുന്ന കൺസ്യൂമർ എത്രയാ വാങ്ങിച്ചത്? 4 kg. അതായത് വില കുറഞ്ഞപ്പോൾ ആൾ എന്ത് ചെയ്തു? കൂടുതൽ വാങ്ങിച്ചു. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാ അല്ലെ? വില കുറയുമ്പോൾ എന്തായാലും സാധനം എന്ത് ചെയ്യും? നമ്മള് കൂടുതൽ വാങ്ങിക്കും. അപ്പൊ 4 kg വാങ്ങിച്ചു. മനസ്സിലായല്ലോ? ഇനി 4 rupees ആയപ്പോൾ എത്ര കിലോഗ്രാം വാങ്ങിച്ചു? 6 kg. അതായത് 4 രൂപയായിട്ട് വീണ്ടും പ്രൈസ് കുറഞ്ഞപ്പോൾ എഗെയിൻ 2 കിലോഗ്രാം കൂട്ടി ആര്? കൺസ്യൂമർ എ എന്ന് പറയുന്ന കൺസ്യൂമർ. അപ്പം എന്താണ്, ഇത് 6 kg ആക്കി മാറ്റി. ശരിയല്ലേ? ഓക്കെ, ഇനി കൺസ്യൂമർ ബി എന്ത് ചെയ്തു? ഈ 8 rupees ആയപ്പോൾ ആദ്യം കൺസ്യൂമർ ബി 2 kg തന്നെയാണ് വാങ്ങിയത്. ഓക്കെ, സെയിം തന്നെയാണ്, ഞാൻ സെയിം ക്വാണ്ടിറ്റി ഇട്ടിരിക്കണം. കൺസ്യൂമർ ബിയുടെയും സെയിം ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ദെൻ അതേപോലെ തന്നെ കൺസ്യൂമർ ബി 6 rupees ആയപ്പോൾ 4 kg വാങ്ങിച്ചു. അതേപോലെ തന്നെ 4 rupees ആയപ്പോൾ 6 kg വാങ്ങിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? പ്രൈസ് കൂടിയപ്പോൾ കുറച്ച് വാങ്ങിക്കുകയും പ്രൈസ് കുറഞ്ഞപ്പോൾ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ ടോട്ടൽ ഡിമാൻഡ് കാണണം. ടോട്ടൽ ആരുടെ? ഓറഞ്ചിന്റെ ടോട്ടൽ ഡിമാൻഡ്. അപ്പൊ 8 രൂപയായപ്പോൾ ടോട്ടൽ മാർക്കറ്റിൽ എത്ര രൂപയാണ് ടോട്ടൽ ഡിമാൻഡ് ആയത്? 8 രൂപയായിരുന്നപ്പോൾ 4 കിലോഗ്രാം ആണ് ഡിമാൻഡ് ഉണ്ടായത് അല്ലെ? ടോട്ടൽ ഇവർ രണ്ടുപേരുടെ ആഡ് ചെയ്യുക. 2 + 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4. 6 രൂപയായപ്പോൾ 4 + 4 എത്രയാണ്? 8 kg. ശരിയല്ലേ? 4 രൂപയായപ്പോൾ 6 + 6 12 kg. ശരിയല്ലേ? അപ്പം ഇങ്ങനെ 4, 8, 12 ഈ രീതിയിലാണ് എന്ത് വരുന്നത്? ഡിമാൻഡ് വരുന്നത്. അപ്പം ഇതിന്റെ ടോട്ടൽ ഡിമാൻഡ് എന്തായിരിക്കും? അപ്പൊ മൊത്തത്തിൽ എത്ര അളവ് നമുക്ക് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്? 4 + 8 + 12 എത്രയാണ്? 24. അപ്പൊ മൊത്തത്തില് ആ മാർക്കറ്റില് എന്തുണ്ടായി? 24 കിലോഗ്രാം ഓറഞ്ചിന്റെ ഡിമാൻഡ് ഉണ്ടായി. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. മൊത്തത്തില് ആ മാർക്കറ്റില് ഓറഞ്ചിന് എത്ര കിലോഗ്രാമിന്റെ ഡിമാൻഡ് ഉണ്ടായി? 24 kg ഉണ്ടായി. അതായത് നമ്മൾ അസ്യൂം ചെയ്തത് 2 കൺസ്യൂമേഴ്സ് ആണ്. നമുക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന്. നമുക്കിപ്പോ അങ്ങനെ ഒരുപാട് പേരുടെ നമുക്ക് എഴുതി കൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. 2 കൺസ്യൂമർ എ ബി എന്ന് പറയുന്ന 2 കൺസ്യൂമേഴ്സ് ഉണ്ടെന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. അങ്ങനെ അവർ രണ്ടുപേരും വില കൂടിയപ്പോൾ കുറച്ച് വാങ്ങിക്കുകയും വില കുറഞ്ഞപ്പോൾ കൂടുതൽ വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ രണ്ടുപേരുടെയും ഡിമാൻഡ് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഇത് രണ്ടും ആഡ് ചെയ്തു അവിടെ എഴുതി, ഇത് രണ്ടും ആഡ് ചെയ്തു അവിടെ എഴുതി, ഇത് രണ്ടും ആഡ് ചെയ്തു അവിടെ എഴുതി അല്ലെ? ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇത് പ്രൈസ്. മനസ്സിലാവുണ്ടല്ലോ? ഇനി നമുക്ക് അതിന്റെ ടോട്ടൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 24 kg കിട്ടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ്. അപ്പൊ ആ മാർക്കറ്റിലെ ടോട്ടൽ ഡിമാൻഡ് ഫോർ ഓറഞ്ച് എത്രയാണ്? ഓറഞ്ചിന് ആ ദിവസമുള്ള ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 24 kg. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിന്റെ സം ടോട്ടൽ ആണ്? ഇൻഡിവിജ്വൽ ഡിമാൻഡിന്റെ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഡിമാൻഡിന്റെ എന്താണ്? ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ് എന്ന്
പറയുന്നത്. ഓക്കെ, ഇനി ഞാനൊരു ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ്? നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഹെഡിങ് കൊടുക്കണം. മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക അല്ലെ. ഇവിടെ എഴുതണം, നോട്ട് ചെയ്യണം. ഇത് എക്സ് ആക്സിസ്, എക്സ്. ഓക്കെ, ഇവിടെ O, ഇത് വൈ ആക്സിസ്. ഓക്കെ, ഡി ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവിന് പേര് കൊടുക്കണം കേട്ടോ. എഴുതുമ്പോൾ രണ്ട് ഇവിടെയും ഇവിടെയും ഡി ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്. എക്സ് ആക്സിസ് എന്താ മെഷർ ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എന്താ പറയാ ഓറഞ്ച്. ഓറഞ്ചിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്, നമ്മൾ അളക്കുന്നത്. ഓറഞ്ചിന്റെ ഡിമാൻഡ് ആണ് ഇവിടെ എക്സ് ആക്സിസില്. ദെൻ വൈ ആക്സിസിൽ എന്താണ്? പ്രൈസ്. ഓറഞ്ചിന്റെ പ്രൈസ് ആണ് വൈ ആക്സിസിൽ. ഓക്കെ, എപ്പോഴും താഴെ ക്വാണ്ടിറ്റി ഡിമാൻഡഡും ഓക്കെ എക്സ് ആക്സിസില്, വൈ ആക്സിസിൽ എന്ത് വരും? പ്രൈസും വരും. മനസ്സിലാവുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് പ്രൈസ് ഞാൻ 2, 4, 6, 8 അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2, 4, 6, 8, 10, 12 എന്ന് എവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം പ്രൈസ് 8 ആവുന്ന സമയത്ത് ഡിമാൻഡ് എത്രയാണ്? 4 കേട്ടോ. പ്രൈസ് 8 ആയിരുന്ന സമയത്ത് ഡിമാൻഡ് എത്രയാണ് വന്നിരിക്കുന്നത്? 4. ക്വാണ്ടിറ്റി ഡിമാൻഡ് 4. പ്രൈസ് 6 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി. ക്വാണ്ടിറ്റി ഡിമാൻഡ് ടോട്ടൽ ഡിമാൻഡ് എത്രയാണ്? 8 ആയി അല്ലെ. ടോട്ടൽ ഡിമാൻഡ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത്, ഓരോരുത്തരുടെ അല്ല കേട്ടോ. ഓക്കെ, ഇനി പ്രൈസ് 4 ആയി കുറഞ്ഞപ്പോൾ എത്രയായി ഡിമാൻഡ്? ടോട്ടല് എത്രയായി ഡിമാൻഡ്? 12 ആയി. ശരിയല്ലേ? അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? മാർക്കറ്റ് ഡിമാൻഡ്. അപ്പൊ നമ്മള് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന സമയത്ത് അത് പേര് എഴുതുക. ഡിമാൻഡ് കർവ് ആണോ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ആണോ പേര് എഴുതുക. എക്സ് ആക്സിസിൽ ഇന്നതാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് എഴുതുക. വൈ ആക്സിസിൽ ഇതാണെന്ന് എഴുതുക. നമുക്ക് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ദ ഫിഗർ ഷോസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ കമ്മോഡിറ്റി അല്ലെങ്കിൽ ഓറഞ്ച്. ഓറഞ്ചിന്റെ മാർക്കറ്റ് ഡിമാൻഡ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇൻ ദിസ് ഫിഗർ എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ഓറഞ്ച്. ഓക്കെ, ഈ ഫിഗറിൽ എക്സ് ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ഓറഞ്ചിന്റെ ഡിമാൻഡ്, വൈ ആക്സിസിൽ മെഷർ ചെയ്യുന്നത് ഓറഞ്ചിന്റെ പ്രൈസ്. ഓക്കെ, അതേപോലെ തന്നെ ഡി ഡി ഈസ് ദ ഡിമാൻഡ് കർവ്. ഡി ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിമാൻഡ് കർവ് ആണ്. ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. അത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവിന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വന്നത്. പ്രൈസും ഡിമാൻഡും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടും. ഇവിടെ 8 റുപ്പീസ് ആയപ്പോൾ ഒരു മാർക്കറ്റിൽ കൺസ്യൂമർ എയും ബിയും കൂടെ പർച്ചേസ് ചെയ്തത് 4 ആണ്. 4 കിലോഗ്രാം ആണ്. 6 റുപ്പീസ് ആയപ്പോൾ 8 കിലോഗ്രാം പർച്ചേസ് ചെയ്തു. 4 റുപ്പീസ് ആയപ്പോൾ 12 കിലോഗ്രാം പർച്ചേസ് ചെയ്തു. മനസ്സിലാവുണ്ടോ? ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് വരച്ച് ഓരോന്നായിട്ട് വരച്ച് കിട്ടുന്നില്ലെങ്കിൽ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ഇതാ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ അങ്ങ് വരച്ച് ഇങ്ങനെ ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതെല്ലാം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് സൗകര്യം അതുപോലെ വരയ്ക്കാം. ഓക്കെ, പക്ഷെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതണം. അതേപോലെ തന്നെ ഹെഡിങ് കൊടുക്കണം. അതൊക്കെയാണ് ഡയഗ്രാം വരയ്ക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ +2 കാരായതുകൊണ്ട് അതൊക്കെ ആ റൂൾസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്തു പോകാം. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡിമാൻഡുമായിട്ട് റിഗാർഡിംഗ് ഒരു ചെറിയ 2 ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും അതും കൂടെ പഠിക്കണം. അപ്പൊ ഈ വീഡിയോയിൽ അതും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡും ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഓക്കെ, പേര് കേൾക്കുന്നതിന്റെ അത്രയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യം തന്നെയാണിത്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷനും ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അതായത് ചോദനത്തിന്റെ സങ്കോചവും വികാസവും. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന്റെ വികാസവും സങ്കോചവും എങ്ങനെയാ വരുന്നത്? Demand decreases due to increase in price. That is contraction of demand. Okay. Demand increases due to decrease in price. That is expansion of demand. അതായത് എന്താ പറയുന്നത്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. അതെന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, increase in the quantity demanded of a commodity due to increase in the due to decrease in the price.
വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, അത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, ഇനി ഡിക്രീസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്താണ്? സങ്കോചം എന്താണ്? ഡിക്രീസ് in the quantity demanded of a commodity due to increase in the price of that commodity. ആ ഒരു സാധനത്തിന്റെ വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, അതാണ് എന്ത്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ വില മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ, വേറെ ഒരു ഫാക്ടേഴ്സും എന്തിനു കാരണമല്ല? ഡിമാൻഡ് കൂടിയതിന്റെയും കുറഞ്ഞതിന്റെയും കാരണമല്ല. എന്ത് മാത്രമാണ് ഇവിടെ ഒരു ഫാക്ടർ? വില മാത്രം. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്, രണ്ടിന്റെയും കൂടെ. അതായത് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതായത് ഒരു സാധനത്തിന്റെ വിലയിലുള്ള മാറ്റം ആ സാധനത്തിന്റെ ഡിമാൻഡിൽ വരുത്തുന്ന മാറ്റം, ഡിമാൻഡിൽ എന്ത് വരുത്തും? മാറ്റം വരും. വില മാത്രമേ ഇവിടെ ഒരു ഫാക്ടർ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് ഡിമാൻഡ് എപ്പോ എക്സ്പാൻഡ് ചെയ്യും? വില കുറയുമ്പോൾ. ശരിയല്ലേ? ഡിമാൻഡ് വികസിക്കുന്നത് എപ്പോഴാ? ചോദന വികസിക്കുന്നത് എപ്പോഴാ? വില കുറയുമ്പോൾ. ചോദന സങ്കോചിക്കുമ്പോൾ എപ്പോഴാ? വില കുറയുന്നത് എപ്പോഴാ? കോൺട്രാക്ട് ചെയ്യുന്നത് എപ്പോഴാ? കോൺട്രാക്ഷൻ വരുന്നത് എപ്പോഴാ? വില കൂടുമ്പോൾ. മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഇതിന് രണ്ടിനും ഓരോ ഡയഗ്രാം ഉണ്ട്, അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക് കഴിയും. ഓക്കെ, ഒന്നുമില്ല, ഒരു സാധനത്തിന്റെ വിലയിലുള്ള മാറ്റം ഡിമാൻഡിൽ മാറ്റം വരുത്തുന്നു. ഞാൻ ആദ്യം പഠിക്കുന്നത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് ആണ് കേട്ടോ. ഡിമാൻഡ് കൂടുന്നതാണ് കേട്ടോ. ഡിമാൻഡ് എങ്ങനെ കൂടും നമുക്കറിയാം. ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇത് എക്സ് ആക്സിസ്, O, ഇത് Y ആക്സിസ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. P1 P. ഓക്കെ, ഇപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈസ് P യിൽ നിന്നും P1 ആയിട്ട് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? Q യിൽ നിന്നും Q1 ആയിട്ട് കുറഞ്ഞു അല്ലെ? പ്രൈസ് എന്ത് ചെയ്തു? P യിൽ നിന്നും P1 ആയിട്ട് കൂടിയോ? ഡിമാൻഡ് എന്ത് ചെയ്തു? Q യിൽ നിന്നും ലെഫ്റ്റ് സൈഡിലോട്ടാ കുറഞ്ഞത് ഡിമാൻഡ്. ശരിയല്ലേ? ഇത് ആദ്യം Q ആയിരുന്നു, പ്രൈസ് P ആയിരുന്നപ്പോൾ ഡിമാൻഡ് Q ആയിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. പക്ഷേ പ്രൈസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട്, ഇടത് ഭാഗത്തേക്കല്ലേ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇടത് ഭാഗത്തോട്ട് വന്നാൽ എന്താണ് അർത്ഥം? ഡിമാൻഡ് കുറഞ്ഞു എന്നാണ് അർത്ഥം അല്ലെ? Q യിൽ നിന്നും Q1 ആയിട്ട് പ്രൈസ് കുറഞ്ഞു, ഇങ്ങോട്ടേക്ക് പ്രൈസ് കുറഞ്ഞു. അപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇത് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇത് എന്താണ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം നമുക്ക്. ഇതെന്താണ്? DD എന്നാണ് ഡിമാൻഡ് ഷോർട്ട് ഫോം നമ്മൾ എഴുതുക കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് കുറഞ്ഞു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കോൺട്രാക്ഷൻ. എന്താ അർത്ഥം? ഇത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. ശരിയല്ലേ? ഇതെന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡിന്റെ ഡയഗ്രാമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? ഇത് എക്സ് ആക്സിസിലെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്, Y ആക്സിസിൽ പ്രൈസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താണ്? DD is the demand curve, OP is the initial price, ഇനീഷ്യൽ തുടക്കത്തിലുള്ള വില. OP അല്ലെങ്കിൽ P, അങ്ങനെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. OP ആണ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ P ആന്ന് പറയാം. അങ്ങനെ P പ്രൈസ് ആയിരുന്നപ്പോൾ എത്രയായിരുന്നു ഡിമാൻഡ്? Q ആയിരുന്നു. പ്രൈസ് P യിൽ നിന്നും P1 മുകളിലോട്ട് പോകുമ്പോൾ കൂടുകയല്ലേ ചെയ്യുക, താഴോട്ട് വരികയാണെങ്കിൽ കുറയുക അല്ലെ? മുകളിലോട്ട് പോയപ്പോൾ പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്തു? Q യിൽ നിന്നും Q1 ആയിട്ട് കുറയുക ചെയ്തത്. അപ്പൊ ഇത് ഡിക്രീസ് ഇൻ ഡിമാൻഡ് ആണ്. എന്തുകൊണ്ട് ഡിമാൻഡ് ഡിക്രീസ് ചെയ്തു? ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. മനസ്സിലായല്ലോ? പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, അതെന്താണ്? കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എന്താ പഠിക്കാനുള്ളത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എങ്ങനെയാ ഡിമാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത്? എപ്പോഴായിരിക്കും? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. എന്താണ്? ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും എപ്പോൾ? ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൈസ്. ഡിമാൻഡ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൈസ്. അതായത്
വില കുറഞ്ഞപ്പോൾ എന്ത് കൂടി? ഡിമാൻഡ് കൂടി. അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടി, അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. അപ്പൊ നമ്മുടെ ഡയഗ്രാം എങ്ങനെയായിരിക്കും? ഈ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡിന്റെ ഡയഗ്രാം എങ്ങനെയായിരിക്കും നോക്കിക്കോളൂ. y axis, x axis, O, DD is the demand curve. Okay, DD is the demand curve. Okay, ഇപ്പം പ്രൈസ് നേരത്തെ P ആയിരുന്നു. P യിൽ നിന്നും P1 ആയിട്ട് പ്രൈസ് കുറഞ്ഞു. നേരത്തെ പ്രൈസ് P ആയിരുന്നപ്പോൾ ക്വാണ്ടിറ്റി Q ആയിരുന്നു. പ്രൈസ് P യിൽ നിന്നും P1 വന്നപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് എത്ര കൂടി? റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് അങ്ങോട്ടേക്ക് കൂടി. Q യിൽ നിന്നും Q1 ആയിട്ട് കൂടി. ഓക്കെ, പ്രൈസ് P യിൽ നിന്നും P1 ആയിട്ട് കുറഞ്ഞു. ഡിമാൻഡ് Q യിൽ നിന്നും എന്തായിട്ട് കൂടി? Q1 ആയിട്ട് എന്ത് ചെയ്തു? കൂടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡ് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു, വർദ്ധിച്ചു, വികസിച്ചു. എന്തുകൊണ്ട്? വില കുറഞ്ഞതുകൊണ്ട്. അതാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. മനസ്സിലായല്ലോ? പ്രൈസ് P ആയിരുന്നപ്പോൾ ഡിമാൻഡ് Q ആണ്. ഓക്കെ, പ്രൈസ് P1 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് എത്രയായി? Q1 ആയിട്ട് അങ്ങോട്ടേക്കല്ലേ കൂടിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആരോ വെച്ചിരിക്കുന്നുണ്ടോ? കൂടി. ഇതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഡിമാൻഡിന്റെ വികാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ട് പറയാം എന്താണ്? ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ഒരു സാധനത്തിന്റെ വിലയിലുള്ള മാറ്റം എന്തൊരു മാറ്റം വരുത്തുന്നു ഡിമാൻഡിൽ. അതാണ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. ഇനി എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ പ്രൈസ്. വില കൂടിയപ്പോൾ എന്ത് ചെയ്തു? ഡിമാൻഡ് കുറഞ്ഞു. വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, സങ്കോചം. ഇനി ഇതെന്താണ്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്രൈസ്. ഡിമാൻഡ് കൂടി എപ്പോൾ? പ്രൈസ് കുറഞ്ഞപ്പോൾ. ഡിമാൻഡ് പ്രൈസ് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് അങ്ങോട്ടേക്ക് കൂടി. ഇതാണ് എന്ത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഓക്കെ, അപ്പൊ ഡയഗ്രാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ് അതേപോലെ തന്നെ മെഷർ ചെയ്യുന്നത്. ഇവിടെ പ്രൈസ് ആണ് മെഷർ ചെയ്യുന്നത്. DD ഡിമാൻഡ് കർവ് ആണ്. പ്രൈസ് പ്രൈസ് ഈസ് OP ആയിരുന്നപ്പോൾ ഡിമാൻഡ് OQ ആയിരുന്നു. അതേപോലെ തന്നെ പ്രൈസ് ഡിക്രീസ് ചെയ്തു അല്ലെ, ഫ്രം OP ടു OP1, P ടു P1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. P ടു P1 കുറഞ്ഞപ്പോൾ ഡിമാൻഡ് ഇൻക്രീസസ് ടു Q ടു Q1. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. പക്ഷെ ഇതിനകത്ത് പ്രൈസ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നില്ല. ഓക്കെ, ഇതിനകത്ത് എന്ത് വരുന്നില്ല? പ്രൈസ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നില്ല. അതാണ് എന്തെന്ന് പറയുന്നത്? ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഡിമാൻഡിന്റെ എന്തെന്ന് പറയുന്നത്? ഷിഫ്റ്റ്. അതായത് ഈ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡിൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു? ഷിഫ്റ്റ് ചെയ്യുന്നു, മുകളിലേക്കും താഴേക്കും ഷിഫ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിനകത്ത് ആർക്ക് റോൾ ഇല്ല? പ്രൈസിന് റോൾ ഇല്ല. ഇതിനകത്ത് ആർക്ക് റോൾ ഇല്ല? പ്രൈസിന് റോൾ ഇല്ല. മനസ്സിലായല്ലോ? അപ്പം ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, ദാറ്റ് ഈസ് ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ്. എന്താണ് ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ്, അതായത് ഡിമാൻഡിൽ ചേഞ്ച് വരുന്നു, പക്ഷേ അതെന്തല്ല, കാരണം അതല്ല, ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, വിലയല്ലാത്ത മറ്റു കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിലുള്ള മാറ്റം, അതാണ് എന്തെന്ന് പറയുന്നത്? ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ്. ഫീൽ ദ ഡിഫറൻസ്. ഓക്കെ, അപ്പം നമ്മൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷനിൽ വില മാത്രമാണ് കാരണം, ഡിമാൻഡ് കൂടാനും കുറയാനും. ഇവിടെ എന്താണ്? വിലയല്ലാതെ മറ്റു കാര്യങ്ങളിൽ മാറ്റം വരുന്ന സമയത്ത് ഡിമാൻഡിൽ വർധനവും കുറവും ഉണ്ടാവും അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ്. അപ്പൊ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, വിലയല്ലാത്ത മറ്റു കാര്യങ്ങളിൽ മാറ്റം വരുമ്പോൾ ഡിമാൻഡിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയുക. മനസ്സിലാവുണ്ടോ? അതിൽ രണ്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും. ഇനി എന്താണ് ഈ വിലയല്ലാത്ത മറ്റു കാര്യങ്ങൾ എന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, നമ്മുടെ വരുമാനം വർദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ചില സാധനത്തിന്റെ പ്രൈസ് കൂടിയാൽ നമ്മൾ അത് വാങ്ങിക്കും, ശരിയല്ലേ? ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അതുപോലെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് വിലയായാലും സാധനങ്ങൾ ചെലവായിക്കോളും. ആൾക്കാർ കൂടുന്ന, ആവശ്യക്കാർ കൂടുതലാണെങ്കിൽ അത് ചെലവായിക്കോളില്ലേ? ചെലവായിക്കോളും. അതേപോലെ തന്നെ പ്രൈസസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, മറ്റു വസ്തുക്കളിൽ ഉണ്ടാകുന്ന മാറ്റം ഡിമാൻഡിനെ കാര്യമായിട്ട് അല്ലെ, ചില വസ്തുക്കൾ വില കൂടുമ്പോൾ മറ്റുള്ള വസ്തുക്കളിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ്
ഓക്കെ, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ ടേസ്റ്റ് പ്രിഫറൻസ്, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ വില നമ്മൾ നോക്കാറില്ല, വാങ്ങിച്ചിരിക്കും സാധനങ്ങൾ. ഓക്കെ, ശരിയല്ല. അതേപോലെ ചില സാധനങ്ങൾ ലക്ഷറിയസ് ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും, പക്ഷെ നെസസറി ഗുഡ്സ് വില കൂടിയാലും നമ്മൾ എന്ത് ചെയ്യും, വാങ്ങിക്കും അല്ലെ. അപ്പൊ ടൈപ്പ് ഓഫ് കമ്മോഡിറ്റി, സാധനത്തിന്റെ എന്താ പറയാ പ്രകൃതം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യ സാധനമാണെങ്കിൽ നമ്മൾ എന്തായാലും വാങ്ങിച്ചിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന മാറ്റം, ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. പക്ഷെ ഇവിടെ ആർക്ക് റോളില്ല, വിലയ്ക്ക് റോളില്ല, വില അവിടെ എന്താണ് സെയിം ആണ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം, രണ്ട് ഷിഫ്റ്റ് ഉണ്ട്, ഒന്ന് അപ്വേർഡ് ഉണ്ട്, രണ്ട് ഡൗൺവേർഡ് ഉണ്ട് കേട്ടോ. അപ്വേർഡ് ഷിഫ്റ്റും ഉണ്ട്, ഡൗൺവേർഡ്, അതായത് മുകളിലോട്ടും താഴോട്ടും കുറയുകയും കൂടുകയും ചെയ്യും. ഓക്കെ, എപ്പോഴാണ് അപ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുക, ഡിമാൻഡ് കൂടും അല്ലെ, എന്തെങ്കിലും ആവശ്യം കൂടുമ്പോഴോ അങ്ങനെ എല്ലാ സമയത്ത് ഡിമാൻഡ് കൂടും. നോക്കിക്കോളൂ, ഇതാണ് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇവിടെ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ് മെഷർ ചെയ്യുന്നത്. നമ്മള് ഷോർട്ട് ഫോം ആണ് ഞാൻ എഴുതുന്നത്. ഇവിടെ പ്രൈസ് ആണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ DD എന്ന് പറയുന്നത് ഇതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ, ഈ ഡിമാൻഡ് കർവ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, അപ്വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്, ഡിമാൻഡ് കൂടുകയാണ്. ഓക്കെ, D1 ആയിട്ട് DD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് D1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയാൽ ഡിമാൻഡ് കൂടി എന്നർത്ഥം. ഓക്കെ, പക്ഷേ ഇവിടെ പ്രൈസ് അപ്പോഴും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഇപ്പോഴും സെയിം ആണ്, ഈ സമയത്തും സെയിം തന്നെയാണ്. ഓക്കെ, ക്വാണ്ടിറ്റി മാത്രം എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റി മാത്രം ചേഞ്ച് ചെയ്യുന്നു. പ്രൈസ് ഇതാ കണ്ടോ, P ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. പ്രൈസിന് യാതൊരു മാറ്റവും ഇല്ല. ഡിമാൻഡ് അങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ ഇത് എന്തിന്റെ കാരണമാണ്, പ്രൈസിന് യാതൊരു റോളും ഇല്ല. എന്തിന്റെ കാരണമാണ് മാറുന്നത്, വേറെ ഫാക്ടേഴ്സ്, പോപ്പുലേഷൻ കൂടുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം കൂടുക, മനസ്സിലായി, നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും ചേഞ്ച് ചെയ്യുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് എന്ത് ചെയ്യും, കൂട്ടും. നമ്മൾ എന്ത് നോക്കില്ല, പ്രൈസ് നോക്കില്ല, പ്രൈസിന്റെ ചേഞ്ചസ് നമ്മൾ നോക്കാറില്ല. അപ്പം പ്രൈസ് അല്ല ഇവിടെ കാരണം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യാണ്, കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് എന്ന് പറയുക. അപ്പം ഇത് അപ്വേർഡ് ഷിഫ്റ്റിംഗ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് പോയത് അപ്വേർഡ് അല്ലേ, ഡിമാൻഡ് കൂടിയിരിക്കുകയാണ്. DD ഈസ് ദ ഒറിജിനൽ ഡിമാൻഡ് കർവ് ആണ്. D1 എന്ന് പറയുന്നത് ന്യൂ ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ, D1 എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് കണ്ടോ, ഞാൻ ഡോട്ടഡ് ലൈനിലാണ് വെച്ചിരിക്കണം. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ, അതാണ് ശരിക്കുള്ള രീതി. പക്ഷെ ഇപ്പോഴുള്ള ടെക്സ്റ്റിൽ അങ്ങനെയൊന്നും എഴുതുന്നില്ല, അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പൊ DD ഈസ് ദ ഒറിജിനൽ ഡിമാൻഡ് കർവ്. D1 എന്ന് പറയുന്നത് ന്യൂ ഡിമാൻഡ് കർവ് ആണ്. ഡിമാൻഡ് കർവ് അപ്വേർഡ് ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. എന്താ അപ്വേർഡ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താണത്, കൂടിയിരിക്കുകയാണ്. എന്താ കാരണം, ഡ്യൂ ടു ചേഞ്ചസ് ഇൻ അതർ ഫാക്ടേഴ്സ്. അത് ഇറ്റ് മേ ബി പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആവാം, നമ്മുടെ ടേസ്റ്റും പ്രിഫറൻസും മാറിയതാവാം, കൺസ്യൂമറുടെ ഇൻകം കൂടിയതാവാം. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവിടെ എന്ത് കൂടിയിട്ടുണ്ട്, ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. പ്രൈസ് റിമൈനിങ് ദ സെയിം, പ്രൈസ് കോൺസ്റ്റന്റ് ആണ്. അവിടെ പ്രൈസിന് യാതൊരു റോളും ഇല്ല. ഇതാണ് ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡിൽ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, എങ്ങനെയാണ്, ഇതേപോലെ ഡിമാൻഡ് കുറയും, പ്രൈസ് അല്ല, കാരണം പ്രൈസ് സെയിം തന്നെയാണ്. ഓക്കെ, പ്രൈസ് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് കുറയുന്നുണ്ട്. ഡൗൺവേർഡ് സ്ലോപ്പിംഗിലേക്ക് വരുന്നത്, താഴോട്ടായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നോക്കോളൂ, ഇതാണ് DD എന്ന് പറയുന്നത് ഒറിജിനൽ ഡിമാൻഡ് കർവ്. പ്രൈസ് P എന്ന് പറയുന്ന പ്രൈസ്, Q ക്വാണ്ടിറ്റി. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, ഡിമാൻഡ് കർവ് താഴോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു ഒരു സാധനത്തിന്റെ. പക്ഷെ അത് ആരല്ല കാരണം, പ്രൈസ് അല്ല കാരണം. പ്രൈസ് അപ്പോഴും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഡിമാൻഡ് മാത്രം Qൽ നിന്നും Q1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കുറഞ്ഞു അല്ലെ. അതെന്താ കാരണം, അപ്പം ഡിമാൻഡ് കർവും ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു, താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു. ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് കർവ് താഴോട്ടല്ലേ വരിക. അപ്പൊ DD ഒറിജിനൽ ഡിമാൻഡ് കർവാണ്. D1 ഇങ്ങോട്ട് പുതിയ ഡിമാൻഡ് കർവാണ്. എന്ന് വെച്ചാൽ ഡിമാൻഡിന്റെ അളവ് എന്ത് ചെയ്തു, കുറഞ്ഞു. പക്ഷെ അവിടെ ആരല്ല കാരണം, പ്രൈസ് അല്ല കാരണം. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും, നമുക്ക് വിലയിൽ ഒരു മാറ്റവും ഇല്ല. ഇതേപോലെ എന്തെങ്കിലും വേറെ വല്ല നാച്ചുറൽ കലാമിറ്റിയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ട് നമുക്ക് വാങ്ങിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ, പ്രൈസ് അതേപോലെ തന്നെ തുടരും. മനസ്സിലാവുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. മനസ്സിലായോ? അങ്ങനെ വേറെ കാര്യങ്ങൾ, വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്താണ്, ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു, പ്രൈസ് സെയിം ആയിട്ട് തന്നെ തുടരുന്നു. അപ്പൊ ഡിമാൻഡ് കർവ് പുതിയ ഡിമാൻഡ് കർവായി ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്തു. മനസ്സിലായോ? ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഡൗൺവേർഡ് ഷിഫ്റ്റ് ചെയ്തു, താഴോട്ട് ഷിഫ്റ്റ് ചെയ്തു ഡിമാൻഡ് കർവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട്. എന്ന് വെച്ചാൽ ഡിമാൻഡ് എന്ത് ചെയ്തു, കുറഞ്ഞു എന്ന് അർത്ഥം. മനസ്സിലായോ? ഇതെന്താണ് ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഇതെന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡും ആണ്. ഇതെന്താണ്
ഇത് ഇൻക്രീസ് ഇൻ ഡിമാൻഡും increase in demand due to changes in factors other than price. അത് എടുത്തു പറയണം ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡ് കേട്ടോ. വിലയല്ലാതെ മറ്റേതോ സാധനം ഏതൊക്കെയോ ഫാക്ടേഴ്സിലുള്ള മാറ്റം. മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഡൗൺവേർഡ് സ്ലോപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡിമാൻഡിന്റെ അളവ് കുറഞ്ഞതാണ് അല്ലെ. ഡിക്രീസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. വിലയിലല്ലാത്ത മറ്റേതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡിമാൻഡ് കുറഞ്ഞു. ആ കാരണങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി. ഇത് കുറഞ്ഞു, ഈ കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അപ്പൊ ഷിഫ്റ്റ്സ് ഇൻ ഡിമാൻഡും എക്സ്പാൻഷനും കോൺട്രാക്ഷനും മാറിപ്പോണ്ട, വികാസം സങ്കോചം അത്. അപ്പൊ അതിനകത്ത് പ്രൈസ് മാത്രമാണ് കാരണം, ഡിമാൻഡിലുള്ള ചേഞ്ച്. ഇതിനകത്ത് പ്രൈസ് അല്ലാത്ത മറ്റു കാരണങ്ങൾ. മനസ്സിലായോ? ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് മാത്രം വരച്ച് കാണിക്കുക. മനസ്സിലായോ? എന്നിട്ട് എഴുതാൻ അറിയാമല്ലോ. ക്വാണ്ടിറ്റി ഡിമാൻഡ് എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ പ്രൈസ്, ഡി ഒറിജിനൽ ഡിമാൻഡ് കർവ്, D1 ന്യൂ ഡിമാൻഡ് കർവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഏതാണ് ഷിഫ്റ്റ് ചെയ്തത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. മനസ്സിലായല്ലോ? ഓക്കെ ദെൻ. അപ്പൊ ഡിമാൻഡിന്റെ ടോപ്പിക് ഇതിനകത്ത് കഴിയും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രൈസ് എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് പഠിക്കാം. ഓക്കെ ദെൻ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്, ടേക്ക് കെയർ.